ുന്നവർ വളരെ കുറച്ചാണ്. ഫോട്ടോ എടുക്കുന്നുണ്ട്, എല്ലാവരും ചിരിച്ചെന്നോളി. മാഷാ അല്ലാഹ്, തമാശക്ക് പറഞ്ഞതാ. ക്യാമറ ഒക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ചിരിച്ചെന്ന് പോകേണ്ടി വരും. ഫോട്ടോ വരുമ്പോഴെങ്കിലും ടിക്കറ്റ് കിട്ടുമ്പോൾ കരയേണ്ടി വരും. എല്ലാവരും നീറ്റല്ല ഫോട്ടോ എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ മാഷാ അല്ലാഹ്. ഫോട്ടോ എടുക്കുന്നതിന് ഇപ്പോൾ അതെന്താണെന്നറിയുങ്ങൾ, ഒരു ചര്യയായി മാറി. ഇനി എന്ത് പറഞ്ഞാൽ മൂലർക്ക് പിരാന്തിനെ പറയുള്ളൂ. ഇപ്പോൾ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ഫോട്ടോ നോട്ടീസിൽ വെക്കരുതെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അത് നിങ്ങൾ പോസ്റ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അത് പാർട്ട് ഓഫ് ദ ലൈഫ്. അങ്ങനെ ആയിക്കഴിഞ്ഞു അല്ലേ. ഞാൻ കുറ്റം പറയല്ലേ, നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ഐ എം നോട്ട് എംബാരസിങ് എനിവൺ. പക്ഷേ അതിൻ്റെ രീതി എങ്ങനെയാണ്, അതൊക്കെ അള്ളാഹുവിൻ്റെ മഹത്തുക്കളായ ആളുകളൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടെ അത് വേണ്ട, അതിൻ്റെ ആവശ്യമുണ്ടോ, അത്യാവശ്യത്തിനൊക്കെ ചെയ്താൽ പോരെ എന്ന് പറഞ്ഞിരുന്നൊരു സംഭവം അതൊക്കെ മാറിപ്പോൾ അണങ്ങിയെടുക്കുക. ഹറമിൻ്റെ മുമ്പിൽ വരെ സെൽഫി അല്ലേ, എന്താ ചെയ്യുക? പറഞ്ഞു കൊടുത്താൽ കേൾക്കൂല. അത് അത്ര വലിയൊരു സംഗതി അല്ല, അതൊരു അസുഖമാണിപ്പോൾ. ഇങ്ങനെ സെൽഫി എടുത്ത് അവനവൻ്റെ സ്റ്റാറ്റസ് വെക്കുക, ഇതൊക്കെ സ്റ്റാറ്റസ് അസുഖം എന്നാണ് പറയുന്നത്. അതൊരു അസുഖമാണ്. ആ സ്റ്റാറ്റസ് ആരും നോക്കിയിട്ടില്ലെങ്കിൽ ഭയങ്കര സങ്കടക്കാരൻ. ഞാൻ ഈ നോക്കിയിട്ടില്ലല്ലോ, എനിക്കറിയാം, കൽപ്പിച്ചുകൂട്ടി നോക്കാൻ തന്നതാ എൻ്റെ സ്റ്റാറ്റസ്. അങ്ങനെ ഓള് വെക്കും, ഓന് വെക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റാറ്റസ് വെച്ചിട്ട് ഇടങ്ങേറാവുക. രാവിലെ ഇത് വെക്കും, വൈകുന്നേരവോളം നോക്കുക ആരൊക്കെ നോക്കിയെന്ന്. യാ അല്ലാഹ്, ഇതിന് പിരാന്ത് എന്നല്ല എന്താ പറയുക. നമ്മളെ അറിയപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതൊരു അസുഖമാണ്, അത് പാടില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ ചെയ്യുന്നൊരു കാര്യം ഒരാൾ അറിയണം, നന്മയാണ്, നമ്മൾ പ്രചരിപ്പിച്ചോളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ ചാനൽ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കേട്ടോട്ടെ. എൻ്റെ ഒറിജിനൽ ചാനൽ ഒന്നേ ഉള്ളൂ, അതിൻ്റെ പേര് പോലും ഞാൻ ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല. അതിൽ പരസ്യം ഉണ്ടാവില്ല. ബാക്കി എൻ്റെ പേരിൽ ഒരുപാട് ഒരു 8-10 ചാനലെങ്കിലും ഉണ്ടാവും, ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ആയിട്ട്. അതിൻ്റെ പേരൊക്കെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഒറിജിനൽ ചാനലിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരില്ല, അത് തപ്പി കണ്ടുപിടിച്ചാൽ കിട്ടിക്കോളൂ. എന്തെന്ന് വെച്ചാൽ അത് അതിനുള്ളതല്ല. ആരെയും കണ്ടുപിടിക്കുകയാണെങ്കിൽ കണ്ടോട്ടെ. നമ്മളത് പ്രചരിപ്പിക്കാനോ അല്ലെങ്കിൽ അത് ആളുകൾ കാണണമെന്നോ അതിൽ കുറച്ച് ലൈക്ക് ഷെയറോ അത് തെറി വരെ വിളിക്കണോലുണ്ടാവും. ഞാൻ നോക്കൽ പോലും ഇല്ല, പറയണോല് പറഞ്ഞു പോയിക്കോട്ടെ എന്ന് വിചാരിക്കല. എന്തു വെച്ചാൽ നമ്മുടെ ലക്ഷ്യം അതായി മാറരുത്. ഇതൊരു വലിയ ഫിത്നയാണ് ഇപ്പോഴത്തെ കാലത്ത്. ഇത്ര ആൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഇത്ര ആളിൻ്റെ ഇത് കാണണം, എത്ര വ്യൂവേഴ്സ് വേണം, ആർക്ക് വേണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ, ഇല്ലെങ്കിൽ വേണ്ടെന്നല്ലാണ്ട് നമുക്ക് അങ്ങനെ ഒരു നിലപാടിലൂടെ കടന്നു പോകാൻ കഴിയണം. അല്ലെങ്കിൽ ഇതൊരു വലിയ അസുഖമാണ്. ഈ ഫോട്ടോ എടുക്കണോ, സ്റ്റാറ്റസ് വെക്കുന്നതൊക്കെ, ഫേസ്ബുക്കൊക്കെ ലൈക്കും ഷെയറും കിട്ടിയിട്ടില്ലെങ്കിൽ ബോധം കിടന്ന ആൾക്കാരുണ്ട്. പഠിച്ചോനെ, ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് ആരും ഇതിന് ഷെയർ ചെയ്തില്ലല്ലോ. യാ അല്ലാഹ്, നന്മയാണോ അത് എത്തേണ്ട അടുത്തേക്ക് എത്തും ഇല്ലേ. അതങ്ങ് ഇല്ലാണ്ടായി പോകും. നല്ല കാര്യങ്ങളോടെ നിലനിർത്തുകയും പടച്ചോൻ ചെയ്യും. അതുകൊണ്ട് ഒരു ഫോട്ടോ മാനിയ ഉണ്ടാവരുത് എന്ന് പറയാണ്. ഒരിക്കലും ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഒരുങ്ങി നിൽക്കുക, അതിനു വേണ്ടി ഇങ്ങനെ എപ്പോഴും ആളുകളൊക്കെ വന്ന് ഫോട്ടോ എടുക്കും, സെൽഫി എടുക്കും, നമ്മൾ നിന്ന് കൊടുക്കേണ്ടി വരും. നിന്ന് കൊടുക്കാതിരുന്നാൽ ഭയങ്കര ജാടാന്നാണ് പറയാം. അപ്പോൾ നമ്മളൊക്കെ കുടുങ്ങി നിൽക്കാറുണ്ട്. ഒരു വേള കഴിഞ്ഞാൽ 1/2 മണിക്കൂർ ഫോട്ടോ എടുക്കുന്ന സെഷൻ. അപ്പോൾ എനിക്കിപ്പോൾ എയർപോർട്ടിലേക്ക് ഓടേണ്ടി വരും ചിലപ്പോൾ. എന്നാലും അത് ഫോട്ടോ നിന്ന് തന്നിട്ടില്ലെങ്കിൽ പിന്നെ നാളെ വലിയ യുദ്ധാകാരം ഫേസ്ബുക്കിൽ. മൂല്യരവിടെ നമ്മൾ ഫോട്ടോ എടുക്കാൻ ചോദിച്ചിട്ട് മുമ്പ് നിന്നില്ല, എന്തൊരു അഹങ്കാരം ഈ മൂല്യർക്ക്, വേറെ മൂല്യന്മാരവിടെ ഇല്ലേ എന്നൊക്കെ കാര്യം പിന്നെ കമൻറ്റ്. അപ്പോൾ കുടുങ്ങി നിന്ന് കൊടുക്കുകയാണ് നിർവാഹമില്ലാത്തതിൻ്റെ പേരിൽ. അതൊരു നല്ല കാര്യമായതിൻ്റെ പേരിലല്ല എന്ന് പറയാണ്. പിന്നെ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് തുഅ്ജറൂന അലാ നിയ്യാത്തിക്കും ഇൻഷാ അല്ലാഹ്. ഏതായാലും മാർഗവും ലക്ഷ്യവും ശരിയാവണം എന്ന ശരീഅത്തിൻ്റെ ഒരു പക്ഷം നമ്മളെപ്പോഴും മനസ്സിലാക്കണം. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലി ഫജഅൽനാഹു സമീഅൻ ബസീറ. നാട്ടുകാരായതുകൊണ്ട് പറഞ്ഞുതരികയാണേ, ഇതൊക്കെ ഇപ്പോൾ എല്ലാ നാട്ടിലും പോയി പറയാൻ പറ്റൂല. അപ്പോൾ സ്വന്തം നാട്ടിലാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അൽഹംദുലില്ലാ, നിങ്ങൾ ആ ഒരു സൗഹൃദ ബുദ്ധിയ അത് എടുത്താലും മതി. പിന്നെ ഖാല സലഫു റഹിമഹുല്ലാഹ്, മഹാന്മാരായ സലഫു സ്വാലിഹീങ്ങൾ പറയാണ്, അൽ കുഫ്റു ഫി 4 അഷ്യാ. നന്ദികേട് വരുന്നത് 4 വിഷയത്തിലൂടെയാണ്. 4 വിഷയത്തിലൂടെയാണ് നന്ദികേട് വരുന്നത്. 1 ഫിൽ ഗളബ്, ദേഷ്യം വരുമ്പോൾ. 2 വശഹ്വ, മനുഷ്യന്റെ ലൈംഗിക വികാരം അതിന് ഉത്തേജനമുണ്ടാകുമ്പോൾ. 3 അർറഗ്ബ, ഏതെങ്കിലും ഒരു കാര്യത്തോട് ആഗ്രഹം ജനിക്കുമ്പോൾ. 4-മത്തേത് വറഹ്ബ, ഒരു കാര്യത്തോട് പേടി തോന്നുമ്പോൾ. പേടി, ആഗ്രഹം, ലൈംഗിക അഭിനിവേശം, പിന്നെ ദേഷ്യം. ഈ 3 വിഷയങ്ങളിൽ ഒരു മനുഷ്യൻ കുഫറിലേക്ക് എത്താൻ സാധ്യതയുണ്ട്.
നന്ദികേടിലേക്ക് എത്തുമെന്ന കാര്യം തീർച്ചയാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ. എന്നിട്ട് പറഞ്ഞു, ഖദ് റഅയ്തു മിൻ ഹസനതൈൻ, രണ്ടെണ്ണം ഞാൻ കണ്ടു എൻ്റെ കണ്ണുകൊണ്ട്. റഅയ്തു റജുലൻ ഗളിബ ഫഖതല ഉമ്മ, ഒരു മനുഷ്യൻ ദേഷ്യപ്പെട്ട് സ്വന്തം ഉമ്മയെ വധിച്ചു കളഞ്ഞത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് എന്ന് ഈ മഹാനായ മനുഷ്യൻ. ദേഷ്യപ്പെട്ടിട്ട് ഉമ്മയോടെന്തോ കയർത്ത് ദേഷ്യപ്പെട്ടിട്ട് ദേഷ്യത്തിൽ ഉമ്മയെ അടിച്ചു അല്ലെങ്കിൽ പ്രഹരിച്ചു, ഉമ്മ മരിച്ചു. അത് നടന്നിട്ടുണ്ട്. പ്രേമമുണ്ടായിട്ട് ക്രിസ്ത്യാനിയായി ഇസ്ലാമിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് മതം മാറിപ്പോയ ആളെയും എനിക്കറിയാം. മഹാൻ പറയാം, അത് അബ്ദുറഹീം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ താബിഈകളുടെ കാലത്ത് ഇസ്ലാം സ്വീകരിച്ചിരുന്ന ആളായിരുന്നു. റോമിലേക്ക് യാത്ര പോകുന്ന സമയത്ത് റോമക്കാർ എന്ന് പറഞ്ഞാൽ തുർക്കിക്കാരാണ്. തുർക്കി ഭാഗമൊക്കെ റോമാണ്. തുർക്കിയാണ് പണ്ട് റോം എന്ന് പറയാ. ഇറ്റലിയുടെ റോമിന് റൂമിയ എന്നാണ് അറബി പറയാ. റോമും റൂമിയയും വ്യത്യാസമുണ്ട്. റോം തുർക്കിയാണ്, കോൺസ്റ്റാന്റിനോപ്പിൾ. റൂമിയ എന്ന് പറഞ്ഞതാണ് ഇന്നത്തെ ഇറ്റലിയിലെ റോം പട്ടണം. റോം സൂറത്തു റൂം ഒക്കെ പറഞ്ഞ തുർക്കിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അന്ന് യൂറോപ്പിന്റെ ആസ്ഥാനം തുർക്കിയായിരുന്നു. പഴയ കോൺസ്റ്റാന്റിനോപ്പിൾ, ഇപ്പോഴത്തെ ഇസ്തംബൂൾ, അവിടെയാണ് അബു അയ്യൂബ് അൻസ്വാരി തങ്ങളുള്ളത്. ഇസ്തംബൂളിലാണ് അബു അയ്യൂബ് അൻസ്വാരി റഹ്മത്തുള്ളാഹി അലൈഹി. നബി തങ്ങളുടെ ഷായർ മുബാറക്ക് അവിടെ പരിശുദ്ധമായ ഇവിടുത്തെ ശരീരത്തിലെ താടിയിലെയും തലയിലെയും മുടികൾ, രോമങ്ങൾ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് തബറുക്കിന് വേണ്ടി. ഈ മഹാൻ അബു അയ്യൂബ് അൻസ്വാരി തങ്ങളുടെ മഖാമിൻ്റെ അടുത്ത് അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഈസ അൽ ഹലബി അഷാദുലി റഹ്മത്തുള്ളാഹി അലൈഹി, അതിൻ്റെ തൊട്ട് മുകളിൽ വലിയ ഖബർസ്ഥാൻ, അവിടെയാണ് അന്തർവിഷമം കൊള്ളുന്നത്. റോമിലേക്കൊരു യുദ്ധത്തിന് പോകുന്നു അന്ന് സ്വഹാബികൾ. ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ ഈ മനുഷ്യന് പ്രേമം തോന്നി. ഒരു കോട്ടയുടെ മുകളിൽ നിന്നാണ് ആ പെൺകുട്ടിയെ വിളിച്ചത്. നല്ല സുന്ദരിയായൊരു പെൺകുട്ടി വിളിച്ചു. അപ്പോൾ അള്ളാഹു ചില റൈസുകൾക്ക് അള്ളാഹു വലിയ ശരീര സൗന്ദര്യം കൊടുത്തിട്ടുണ്ട്. അങ്ങ് യൂറോപ്പിൻ്റെ ആ ഒരു ഈസ്റ്റേൺ അറേബ്യയുടെ വെസ്റ്റ് നോർത്തേൺ അറേബ്യ മുതൽ അങ്ങ് വെസ്റ്റിലേക്ക്, അങ്ങ് യൂറോപ്പിലേക്ക് കടന്ന് അങ്ങേയറ്റത്തിലേക്ക് കടന്നു പോകും തോറും തൊലിവെളുപ്പും സൗന്ദര്യവും അള്ളാഹു നൽകിയ മനുഷ്യവിഭാഗമാണ്. പല നിലക്കും ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് അള്ളാഹു ഇത് ചെയ്തത്. ആ പെണ്ണ് ഇയാളെ വിളിച്ചു. അയാൾ ആദ്യം ഇല്ല എന്നൊക്കെ പറഞ്ഞു. ആ പെണ്ണെന്തോ ആംഗ്യ വിക്ഷേപങ്ങൾ കാണിച്ച് ഇവനെ കെണിയിലാക്കി. ഇദ്ദേഹത്തെ ഇബ്നു അബ്ദുറഹീം എന്നാളുടെ പേര്, മുസ്ലിമായിരുന്നു, യുദ്ധത്തിന് പോയതാ. ആളവളുടെ വീട്ടിലേക്കാണ് കയറിപ്പോയി. അവള് പറഞ്ഞു, എന്നെ നിനക്ക് സ്വന്തമാക്കണമെങ്കിൽ തനസ്വർ, സ്വലീബ് ധരിക്കണം, കുരിശ് ധരിക്കണം, എന്നിട്ട് നീ എന്നെ കല്യാണം കഴിച്ചോ എന്ന് പറഞ്ഞു. ആള് ക്രിസ്തുമതം സ്വീകരിക്കുകയും ചെയ്തു. ആള് ഖുർആൻ മനഃപ്പാഠമുള്ള ആളായിരുന്നു. സ്വഹാബികൾക്ക് ഭയങ്കര സങ്കടമായി. താബിഈയാണ്, സ്വഹാബിയല്ല. എന്നാലും പഠിച്ചോനെ, നല്ലൊരു മനുഷ്യൻ ഒരു പെണ്ണിന് വേണ്ടി ക്രിസ്ത്യാനിയായല്ലോ. അങ്ങനൊക്കെ എത്ര സംഭവിക്കാറുണ്ട്. ജാതിയും മതവും പ്രശ്നമില്ല എന്നല്ല എന്ന് പറയാറുള്ളത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമാണ്. ഒരു മുസ്ലിമിനെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. ക്രിസ്ത്യാനിയെയും ജൂതന്മാരെയും അത് വേദക്കാരെ കല്യാണം കഴിക്കാൻ പറ്റും എന്ന് പറയുന്ന ഷർത്തത്വരൊന്നും നമ്മുടെ നാട്ടിലൊന്നും കിട്ടാനില്ല. അതിന് ചില ഷർത്തും വരുന്നുണ്ട്. ഏതാണ് ഈ വേദക്കാർ? ആരായിരിക്കണം? അവരുടെ വിശ്വാസം എന്തായിരിക്കണം? അവരുടെ കിതാബ് എന്തായിരിക്കണം? അപ്പോൾ നമുക്ക് ഒരു മുസ്ലിമച്ചായ പെണ്ണിനെ ഒരു മുസ്ലിം ചെറുപ്പക്കാരന് കല്യാണം കഴിക്കാൻ പറ്റൂ. മുസ്ലിമായ ഒരാളായിരിക്കണം ജീവിതത്തിൽ നിങ്ങളുടെ സഖിയായിട്ട് വരേണ്ടത്. പ്രേമത്തിന് കണ്ണും മൂക്കില്ല എന്നൊക്കെ ശരി തന്നെ ആയിരിക്കാം. പക്ഷേ നാളെ കണ്ണും മൂക്കും അള്ളാഹു അടുത്തന്ന് ചോദ്യം ചോദിക്കുമ്പോഴേ ഇതിന് മറുപടി പറയാനുണ്ടാവില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അത്തരം ബന്ധങ്ങൾ മുളയിലെ നുള്ളിക്കളഞ്ഞേക്ക്. അതുകൊണ്ട് ഗൗരവത്തോടുകൂടെ നമ്മുടെ ഈമാനും നമ്മുടെ വിശ്വാസവും വലുതാണ്. ഒരു കുടുംബത്തെയും വേദനിപ്പിക്കണ്ടല്ലോ. ഏതെങ്കിലും ഒരു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് മക്കളും മതം മാറുന്ന ആ മതക്കാർക്ക് പേടിയായിരിക്കും, വിഷമായിരിക്കും, വേദനയായിരിക്കും. ഇസ്ലാമിൽ നിന്ന് ആരെങ്കിലും പുറത്തു പോകുന്ന മുസ്ലിം കുടുംബങ്ങൾക്കും വേദനയാണ്. രണ്ടും വേണ്ട. സ്വമേധയാ ദീൻ സ്വീകരിക്കുന്നുണ്ടോ അവർ സ്വീകരിച്ചോട്ടെ. നിങ്ങൾ ആരെയും ചാടിച്ചു കൊണ്ടുവരെ അത്തരം പ്രേമം നടിക്കുക കാര്യങ്ങൾ ഒരു നിലക്കും ചെയ്യുക പാടുള്ളതല്ല. കാരണം ഈമാൻ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. ഇബ്നു അബ്ദുറഹീം ക്രിസ്ത്യാനിയായപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ആ വഴിയിലൂടെ യാത്ര പോയപ്പോൾ അവർ ചോദിച്ചു, ഇബ്നു അബ്ദുറഹീം ഇവിടെയുണ്ടോ? അപ്പോ ആളുകൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ ആൾ ഇവിടെ ഉണ്ട്. ചോദിച്ചു, മാ ഫഅല ഖുർആനുക്,
ഇബ്നു അബ്ദുറഹീം, നിന്റെ ഖുർആനൊക്കെ എന്തായി? നീ ഹാഫിളായിരുന്നില്ലേ? നീ എന്തായി എന്ന് ചോദിച്ചു. ഉൻസീതുഹാ, എല്ലാം മറന്നുപോയി, എല്ലാം മറന്നുപോയി. ഒരൊറ്റായത്ത് ഞാൻ മറന്നിട്ടില്ല, ബാക്കിയൊക്കെ മറന്നുപോയി എന്ന് അദ്ദേഹം പറഞ്ഞു. എന്താ നീ മറക്കാത്തത്? അവർ ചോദിച്ചു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആവുന്നു. അല്ല, ഒക്കെ മറന്നുപോയി. മറക്കാത്ത എന്താണെന്നറിയോ? റുബമാ യവദ്ദുൽ ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ. അവിശ്വാസികൾ അന്ന് കൊതിച്ചു പോകും, ഞങ്ങൾ മുസ്ലിമീങ്ങളായിരുന്നെങ്കിൽ എന്ന്. എന്നാണ് ആയത്തിൻ്റെ അർത്ഥം. അത് മാത്രം ഇവർക്ക് മറന്നിട്ടില്ല, ബാക്കിയൊക്കെ മറന്നുപോയി എന്ന്. യാ അല്ലാഹ്, പ്രേമം കൊണ്ട് ഈമാൻ നഷ്ടപ്പെടും, ദേഷ്യം കൊണ്ട് ഈമാൻ നഷ്ടപ്പെട്ടേക്കാം. പിന്നെ മുതലിനോടുള്ള ആർത്തി, റഗ്ബത്ത്, വെറുതെ പേടിച്ചിട്ട് ജാതിയും മതവും തിരിയാത്ത രീതിയിൽ മുസ്ലിമിൻ്റെ ഐഡന്റിറ്റി പോലും തേച്ചു മാച്ച് കളഞ്ഞ് എന്തോ കോലത്തിൽ നടക്കുന്ന എത്ര മക്കളുണ്ട്. അൽഹംദുലില്ലാ, നമ്മുടെ വമ്പാട്ട കുട്ടികളെ അങ്ങനെ കാണുന്നില്ല. അൽഹംദുലില്ലാ, ചില നാട്ടിലൊക്കെ ചെന്നാൽ കാതിൽ കുത്തിയിട്ടും കഴുത്തിൽ മാലയും കയ്യുമ വളയും കാൽമ പാദസരത്തിന് പെൺകുട്ടികൾക്കുണ്ട് പാദസരം കെട്ടുന്ന പരിപാടി. അതുപോലെ അതടക്കം മൂക്ക് കുത്തിയിട്ടും പുരുഷന്മാർ. പിന്നെ ഇപ്പോൾ ടാറ്റു പച്ച കുത്തുന്നില്ലേ, അതൊക്കെ വൈകാതെ നമ്മുടെ നാട്ടിലൊക്കെ എത്തും. നമ്മുടെ അങ്ങാടികളിലൊക്കെ ടാറ്റു സലൂണുകൾ വരാൻ വലിയ സമയമൊന്നും വേണ്ട. ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ, അമ്പാടൊന്നുമില്ലല്ലോ ടാറ്റു കുത്തുന്നൊന്നും. അലിയസർ വാക്കി ഉസ്താദ് ഇവിടെ ഉണ്ട്. യാ അല്ലാഹ്, ഞാൻ കാവനൂർ ഉസ്താദ്, ഞാൻ എല്ലാ സ്ഥലങ്ങളിലും യാത്ര ചെയ്ത് ഓടിയെത്തുന്ന ഒരു മഹാനാണ്. ഒരുപാട് കാലം മസ്കത്തിലായിരുന്നു ഞാൻ. മസ്കത്തിലൊക്കെ 99 2000 പോയ സമയം ഉസ്താദിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കിതാബിൻ്റെ രചനയിലാണ്. മാഷാ അല്ലാഹ്, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ സുഹൃത്തിൻ്റെ അബ്ദുൽ കരീം ഹുദവി മുണ്ടംപറമ്പിൻ്റെ അമ്മോഷനും കൂടിയാണ്. അൽഹംദുലില്ലാ. അപ്പോൾ അവർ കാവനൂരാണ്. അത് മംഗലാപുരത്തെ പരിപാടിക്ക് വരെ വരാറുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അപ്പോൾ ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ഷാകിറൻ വ ഇമ്മാ കഫൂറ. റഗ്ബത്തും റഹ്ബത്തും, സമ്പത്തിനോടുള്ള ആർത്തി ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപക്ഷെ കുടുംബ ബന്ധങ്ങൾ മുറിച്ചു കളയും, അല്ലേ? ഹറാമിലേക്ക് മനുഷ്യൻ പോകുന്നു. പേടി തോന്നിയാൽ കോലം മാറുന്നു, രൂപം മാറുന്നു, നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ ഹൈഡ് ചെയ്യുന്നു. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. നിങ്ങൾ ആരെയാണോ ഇമിറ്റേറ്റ് ചെയ്യുന്നത്, നിങ്ങൾ അവരിൽ പെട്ടവരാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരുടെ ഫാഷനാണോ നിങ്ങൾ എടുക്കുന്നത്, നിങ്ങൾ അവരായിട്ടാ കൂട്ടുള്ളൂ. നിങ്ങൾ അവരായിട്ടാ കൂട്ടുക. നിങ്ങളിപ്പോൾ ഒരു മെസ്സിയെ കോപ്പി ചെയ്തു, അല്ലെങ്കിൽ റൊണാൾഡോയെ കോപ്പി ചെയ്തു, വേറെ ആരെങ്കിലും കോപ്പി ചെയ്തു, നിങ്ങൾ ആരെയാണോ കോപ്പി അടിക്കുന്നത്, നിങ്ങൾ അവരോടൊപ്പമാണ്. അവർ സ്വർഗത്തിലേക്ക് പോകുന്നു, സ്വർഗത്തേക്ക് പോകും. ഇല്ലേ, അവർ പോകുന്നിടത്ത് നിങ്ങൾ പോകേണ്ടി വരും. അത്രേ വിഷയമുള്ളൂ. ആർക്കും ആരെയും പ്രേമിക്കാനൊന്നും കുഴപ്പമില്ല. പക്ഷേ അവർ പോകുന്നിടത്തേക്ക് നിങ്ങൾ പോകേണ്ടി വരും. ഇതാ പ്രശ്നം. അതുകൊണ്ട് റഗ്ബത്തിലും റഹ്ബത്തിലും ദേഷ്യം വരുന്നിടത്തും വികാരത്തിന്റെ പ്രശ്നങ്ങൾ, വൈകാരികമായ ചിന്തകൾ വരുന്നിടത്ത് ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന പണി മനുഷ്യർ ചെയ്തു പോകുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിനോട് കാവൽ ചോദിക്കണം. ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം വലഖാഹും നദറതൻ വസുറൂറാ വജസാഹും ബിമാ സബറൂ ജന്നതൻ വഹരീറാ. നല്ല ക്ഷമ വേണ്ടി വരും. കിഫ്രിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. വ്യഭിചാരത്തിന്റെ ഒരവസരം കയ്യിൽ കിട്ടിയിട്ടത് ചെയ്യാതിരിക്കുന്നവർ, എത്ര ഗൗരവമാണത്. പെൺകുട്ടികൾ ഇങ്ങോട്ട് തോളിൽ പിടിക്കാൻ വരുന്ന കാലം, ആൺകുട്ടികൾക്ക് വളരെ പെട്ടെന്ന് മിങ്കിളാവാനുള്ള സാഹചര്യങ്ങളുള്ള കാലം, നിയമങ്ങൾ അങ്ങനെ ആവുന്ന ഒരു കാലത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടൊരു പ്രായപൂർത്തി ആയിടം മുതൽ അന്യൊരു പെണ്ണിനെ അന്യവളായിട്ടും അന്യൊരു പുരുഷനെ അന്യനായിട്ടും കാണേണ്ടതും ആ തരത്തിലുള്ള ഇടപെടലുകളെ പാടുള്ളൂ എന്ന് ശരീഅത്ത് പറയുമ്പോൾ, ഇനിയൊരു തലമുറയോട് പറയുമ്പോൾ അതവർക്ക് വിചിത്രമായി തോന്നിയേക്കാം, അത്ഭുതം തോന്നിയേക്കാം. അതെന്താ അങ്ങനെ? ഞങ്ങളൊക്കെ ഇപ്പൊ അതിന് നടക്കുകയാണോ? അതാണോ ഇതിനർത്ഥം? അതൊന്നും അതിൻ്റെ അർത്ഥമാവണമെന്നില്ല. അള്ളാഹുവിന്റെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. കുല്ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും. നബിയെ, പുരുഷന്മാരായ വിശ്വാസികളോട് പറയണം, അവരുടെ കണ്ണ് എല്ലായിടത്തേക്കും അഴിച്ചുവിടരുത്. ഒരു കല്യാണത്തിന് ചെന്നാൽ, ഒരു സദ്യക്കു ചെന്നാൽ, ഒരു വിവാഹ ചടങ്ങിലെത്തിയാൽ, ഒരു ക്യാമ്പസിലെത്തിയാൽ, ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ
നിങ്ങളുടെ കണ്ണുകൾ ഇഷ്ടപ്പെടുന്നത് മുഴുവൻ നിങ്ങൾക്ക് നോക്കാൻ പാടുള്ളതല്ല. നിങ്ങളുടെ കണ്ണുകളെ ചിമ്മേണമേ എന്ന് പറയണം നബിയേ. വയഹ്ഫളൂ ഫുറൂജഹും, അങ്ങനെയെങ്കിൽ മാത്രമേ അവരുടെ ജനനേന്ദ്രിയങ്ങളെ അവർക്ക് സൂക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അതില്ലാത്തവർ വ്യഭിചാരത്തിൽ ചെന്ന് ചാടുക തന്നെ ചെയ്യും. വഖുല്ലിൽ മുഅ്മിനാത്ത്, മുഅ്മിനത്തുകളായ പെണ്ണുങ്ങളോട് പറയണം യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന, അവരും അവരുടെ കണ്ണുകൾ ചിമ്മണമെന്ന്. പെണ്ണുങ്ങൾക്കൊരു തരത്തിൽ ലജ്ജയും നാണവും എന്ന് പറഞ്ഞ സംഗതി, പർദ്ദട്ട പിന്നെ ആണുങ്ങളെപ്പോലെ നടക്കാം എന്ന് വിചാരിക്കുന്ന കൂട്ടരുണ്ട്. അവരങ്ങനെ ആണുങ്ങളെപ്പോലെ തന്നെ നടക്കുന്നു. ഒരു റുജൂലത്ത്, എന്തൊരു വൃത്തികേടാണത്. ചിലർ നിഖാബ് വരെ ധരിച്ചിട്ടുണ്ടാവും. നാട്ടിലെല്ലാ കഥയും അവർ കാണുന്നുണ്ടാവും. അവരെ കാണുന്നില്ലല്ലോ. ഇതാണോ നിഖാബ് എന്ന് പറഞ്ഞാൽ? അവരെ ഇങ്ങോട്ട് കാണരുത് എന്ന പ്രകാരം തന്നെ അവരങ്ങോട്ടും കാണാതിരിക്കണ്ടേ? അപ്പോഴല്ലേ നിഖാബാവുള്ളൂ. ഇതൊന്ന് ഭൂതക്കണ്ണാടി വെച്ച് നോക്കണ പോലെ ഒരു നിഖാബ് ഒരാരും കണ്ടിട്ടില്ല, പക്ഷേ എല്ലാ കഥയും അവർ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ആവരുത്. നമ്മുടെ കണ്ണുകൾ പുരുഷന്മാർ സൂക്ഷിക്കണം, പെണ്ണുങ്ങൾ അവരുടെ കണ്ണുകൾ അവരും സൂക്ഷിക്കണം. എങ്കിലേ നിങ്ങളുടെ മനസ്സിന് ശുദ്ധത ഉണ്ടാവും. മനസ്സ് ശുദ്ധിയായാലേ അള്ളാഹുവിനെ പറ്റി പറയുന്ന അങ്ങോട്ട് കയറുള്ളൂ, അല്ലെങ്കിൽ കയറൂല. فوقاهم الله شر ذلك اليوم ولقاهم نظرة وسرورا فوقاهم الله شر ذلك اليوم. ഖിയാമത്തിന്റെ എല്ലാ ഷർറുകളും അള്ളാഹുവിന് വേണ്ടി ക്ഷമിച്ചവർക്ക് റബ്ബ് തആല സംരക്ഷണം നൽകും എല്ലാ ഷർറിൽ നിന്ന്. നാളെ സൂര്യനെ അള്ളാഹു അടുത്തേക്ക് കൊണ്ടുവരും. അവിടെ തണൽ വിരിക്കും. ദാഹമുണ്ട്, അവർക്ക് ഹൗദുൽ കൗസർ അല്ലാഹു കൊടുക്കും. ഖിയാമത്ത് ദൈർഘ്യമേറിയ നൃത്തമാണ്. അത് അസ്ർ മഗ്രിബിന്റെ സമയം പോലെ അള്ളാഹു ചുരുക്കി കൊടുക്കും. നന്മകളെ കനം തൂക്കി കൊടുക്കും. കിതാബുകൾ തതായുറുസ് സുഹഫ് എന്ന് പറയുന്ന കിതാബുകൾ വലതിലോ ഇടതിലോ കൊടുക്കുന്ന നേരത്ത് വലത് കൈയിൽ വാങ്ങാൻ കഴിയും. ഇതൊക്കെ ആർക്കാണെന്നറിയോ? ആർക്കാണ്? വജസാഹും ബിമാ സബറൂ, ക്ഷമിച്ചതിന്റെ പേരിൽ. കൂട്ടുകാർ പറയും, ഡാ പോരുന്നോ, അടിച്ചു വിളിക്കാം. എന്താ, ഏതെങ്കിലും വല്ല പെൺകുട്ടിനെ കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് കള്ളു കുടിക്കാനുള്ള ഏർപ്പാടാക്കിയിട്ടുണ്ടാവും. ഇത് പറയുമ്പോഴേ ഞാനൊരു മുസ്ലിമാണ്, അള്ളാഹുവിന് റസൂലിനും പേടിക്കേണ്ട ആളാണ്, നിങ്ങളത് ചെയ്യല്ലേ എന്ന് കൂട്ടുകാരോട് പറയേണ്ടവരാണ്. മിനിമം ഞാനില്ല, എന്നതിന് കിട്ടൂല എന്ന് പറയാൻ നമ്മുടെ മക്കൾക്ക് കഴിയണം. അവിടെയാണ് നമ്മുടെ ഈമാൻ പരീക്ഷിക്കപ്പെടുന്നത്. നബ്തലി, പരീക്ഷണം അവിടെയാണ്. ഒരു തിന്മയുടെ മുമ്പിലെത്താതെ എങ്ങനെ പരീക്ഷിക്കുക? പരീക്ഷണം സാധ്യമാവണമെങ്കിൽ ഒരു തിന്മയുടെ മുമ്പിൽ നമ്മൾ ചെന്നുപോയി ചാടണം. കള്ളുടിക്കാത്ത കൂലി ഒരുപക്ഷെ പുസ്തകന്മാരും മുച്ചാലിമികൾ കിട്ടിക്കൊള്ളണമെന്നില്ല. എന്തേ? അവരാ ലോകം കാണുന്നേ ഇല്ലല്ലോ. അല്ലാത്തവർ എയർപോർട്ട് ലോഞ്ചുകൾ ഉപയോഗിക്കുന്നവരാണ്, 5 സ്റ്റാർ ഹോട്ടലിൽ കയറുന്നവരാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ, ഇപ്പോൾ UK ലണ്ടനിലൊക്കെ ചെന്ന എല്ലാ റെസ്റ്റോറൻറ്റിലും കള്ളുവെക്കൽ നിർബന്ധം. എല്ലാ സൂപ്പർ മാർക്കറ്റിലും എല്ലായിടത്തും കള്ളുണ്ടാവും. വെള്ളത്തിന് 1.5 പൗണ്ടാണെങ്കിൽ കള്ളിന് 1 പൗണ്ടാണ്. അപ്പോൾ 50 പൈസ കുറവാണ് കള്ളിന്. മനുഷ്യന്മാർ വാങ്ങി കുടിക്കും. നമ്മുടെ മലയാളികൾ പോലെ മൂത്രച്ചൂടാന്ന് പറഞ്ഞ് കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താ ചെയ്യുക? നാട് മാറി ചെല്ലുമ്പോൾ കോലം മാറുന്നുണ്ട്. പടച്ചോൻ കാക്കട്ടെ. ഒരു പരീക്ഷണം മുമ്പിലെത്തുമ്പോഴല്ലേ നമ്മളത് ചെയ്യൂല്ലേ എന്നറിയുള്ളൂ, അല്ലെങ്കിൽ എങ്ങനെ അറിയാനാ? അതുകൊണ്ട് സ്വന്തം കൂട്ടുകാര് തിന്മയിലേക്ക് പോകുമ്പോ നിങ്ങൾ പോവല്ലേ എന്ന് പറഞ്ഞവരെ പിടിച്ചു നിർത്തണം. ഞാനതിനില്ല എന്ന് പറയാൻ കഴിയണം. പെൺകുട്ടികളെ, നിങ്ങൾ സ്കൂളിൽ കൂടെ പഠിക്കുന്നവരുടെ കൂടെ നിങ്ങളുടെ ക്ലാസ്മേറ്റുകളോ എന്തോ ആയിക്കൊള്ളട്ടെ, ഒരു ഹറാമിന്റെ ലഹരി ചുവയുള്ള വാക്കുകൾ അവരെന്ന് വരാൻ തുടങ്ങുമ്പോൾ, നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളുടെ ദേഹത്ത് കൈവെക്കാൻ തുടങ്ങുമ്പോൾ ഇതെനിക്ക് ഇഷ്ടമല്ല എന്ന് പറയാൻ പെൺകുട്ടികളെ നിങ്ങൾ ധൈര്യം കാണിക്കണം. അതാണ് നിങ്ങളുടെ അസ്തിത്വം, നിങ്ങളുടെ അന്തസ്സ്. ഇത് പറയാൻ കഴിയണം. ഞാനൊരു മുസ്ലിമച്ചാണ്, എനിക്കെൻ്റെ ജീവിതത്തിൽ അച്ചടക്കം പാലിക്കേണ്ടതുണ്ട്, എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പോകേണ്ടതുണ്ട് എന്ന ഓർമ്മയുണ്ടായി സ്വന്തം ശരീരത്തെ സൂക്ഷിക്കാൻ ആണും പെണ്ണും തയ്യാറാണെങ്കിലല്ലയോ അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മുടെ വീടുകളിൽ ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്ന മക്കളെ, പ്രായപൂർത്തിയെത്തിയവർ 20, 25, 26 വയസ്സായി കല്യാണം കഴിക്കാത്തവർ, അവർ വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്നത് വ്യഭിചാരം ചെയ്തുകൊണ്ടോ മദ്യപിച്ചതിന് ശേഷമോ ആണ് കിടക്കുന്നതെങ്കിൽ, ലഹരി മയക്കും മണം പോലും അറിയില്ല. ലഹരിയുടെ പ്രശ്നം അതാണ്. കള്ളുടിച്ചാലും മണം ഉണ്ടായിരുന്നു, ഇപ്പൊ അതൊന്നും അറിയാൻ പറ്റൂല. അങ്ങനെ വന്ന് കിടക്കുന്ന മക്കളാണെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം എങ്ങനെയാണ് ആ വീട്ടിലേക്ക് വരിക? ഉമ്മാക്കറിയുന്നുണ്ടാവില്ല, വാപ്പാക്കറിയുന്നുണ്ടാവില്ല. നിങ്ങൾ അറിയുമോ, ഒരു നായയുടെ കുഞ്ഞ്, ഒരു ജർവ് നായയുടെ കുഞ്ഞ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരുക്കിയിരുന്ന വീടിന്റെ കട്ടിലിന്റെ താഴെ
കുറച്ച് ദിവസം അവിടെ വന്ന് കിടന്നുറങ്ങിയത് അറിയാതെ പോയി. വഹി വരുന്നില്ല. ജിബ്രീൽ അലൈഹിസ്സലാം ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ജിബ്രീലേ അബ്തഅത അലയ്യ, ജിബ്രീലേ നിങ്ങൾ എന്താണ് എൻ്റെ അടുത്തേക്ക് വരാൻ നേരം വൈകിയത്? അങ്ങ് വരുമോ എന്ന് പ്രതീക്ഷിച്ച് ഞാൻ കാത്തിരിക്കുകയായിരുന്നു വഹി ലഭിക്കാൻ വേണ്ടി, ഖുർആൻ സ്വീകരിക്കാൻ വേണ്ടി. അപ്പൊ പറഞ്ഞു, നബിയേ വമാ നതനസ്സലു ഇല്ലാ ബിഅംരി റബ്ബിക്, അല്ലാഹു ഞങ്ങളോട് പറയുമ്പോഴേ ഞങ്ങൾക്ക് വരാൻ കഴിയൂ നബിയേ. അള്ളാഹുവിൻ്റെ പെർമിഷൻ ഇല്ലാതെ ആകാശലോകത്ത് നിന്ന് യാത്ര ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. പിന്നെയോ അങ്ങയുടെ വീടിൻ്റെ ഉള്ളിൽ ഒരു നായ കിടന്നുറങ്ങുന്നുണ്ട്. ആ നായ അവിടെ ഉണ്ടായിരിക്കെ അത്തരം വീട്ടിലേക്ക് ഞങ്ങൾക്ക് വരാൻ കഴിയില്ല നബിയേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയോട് മറുപടി പറയുന്നു. നായ മുഗല്ലളായ നജസാണ്. പക്ഷെ നായക്ക് വെള്ളം കൊടുത്ത ഒരു അഭിസാരികയായ പെണ്ണിന് അള്ളാഹു സ്വർഗം കൊടുത്തിട്ടുണ്ട്, മറക്കരുത്. നായ കൊല്ലണം എന്നല്ല മസല. നായ അത് നിങ്ങളെ തൊടുകയോ അതിൻ്റെ സലൈവാവുകയോ നനവോടുകൂടെ തൊടുകയോ ചെയ്താൽ 7 പ്രാവശ്യം കഴുകണം, അതിലൊന്ന് മണ്ണിട്ട വെള്ളം കൊണ്ടാവണമെന്ന് മസ്അല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ജീവിക്ക് വെള്ളം കൊടുത്ത ഒരു വ്യഭിചാരി പെണ്ണിന് അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്, നായക്ക് വെള്ളം കൊടുത്തിട്ട്. അത് അള്ളാഹു പടച്ച സൃഷ്ടിയാണ്. അങ്ങനെ ചില സൃഷ്ടികൾ അങ്ങനെയാണ്. പാമ്പ് അത് കടിക്കുന്നതാണ്. ഹിംസ്ര ജന്തുക്കളുണ്ട് അള്ളാഹുവിൻ്റെ ഭൂമിയിൽ. ആ ജീവി അങ്ങനെ ആയത് ആ ജീവിയുടെ കുറ്റമല്ല. അങ്ങനത്തെ ഒരു നായ കിടന്നുറങ്ങിയിട്ട് പോലും അവിടെ വഹി വന്നിട്ടില്ല എങ്കിൽ ബുദ്ധിയും വിശേഷ ബുദ്ധിയും അറിവും തൻ്റെ ഇടവുമുള്ള മനുഷ്യ മക്കളെ മുസ്ലിം കുടുംബങ്ങളിൽ തിന്മകൾ ചെയ്ത് കിടന്നുറങ്ങുമ്പോൾ പാതിരാവിൽ വന്ന് കയറി വീടിൻ്റെ വാതിൽ തുറന്ന് കയറി കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ വേണ്ടി ഒരു ചിന്ത പോലും ഇല്ലാതെ നിസ്കാരം പോലും നഷ്ടപ്പെടുത്തി കഴിയുമ്പോൾ ആ വീട്ടിലേക്ക് എങ്ങനെയാണ് റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങി വരിക? തൗബ ചെയ്യാതെ പശ്ചാത്തപിക്കാതെ നന്നാവണമെന്ന തോന്നലില്ലാതെ വന്നാൽ എപ്പോഴാണ് മലക്കുൽ മൗത്ത് നമ്മളെ വിളിച്ചു കൊണ്ടുപോകുന്നത് എന്ന് ആർക്കറിയാം? അറഫ